സി സുജാത നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇതൊക്കെ പ്രഖ്യാപനങ്ങളാണ്, എത്ര റിയലൈസേഷൻ നടന്നു? ഉദാഹരണത്തിന് നേരത്തെ നിർമ്മൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിക്ക് 717 കോടി രൂപ കൊടുക്കുന്നു. 17 കോടി രൂപ മാത്രമാണ് ആക്ച്വലി ഡെലിവറി ചെയ്തത്. 55% മൊത്തമുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിയലൈസ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തോടുകൂടിയുള്ള വാഗ്ദാനങ്ങളല്ല. ഇതിൽ പല പാക്കേജുകളും തൊട്ടിട്ടേയില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ആരോപണം. സന്ദീപ് വാര്യരുടെ ചോദ്യത്തിനുള്ള മറുപടി കൂടി. എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ്? CNG ബസിന്റെ കാര്യത്തിൽ നടന്നോ? ഇല്ല. തോമസ് ഐസക്കിന്റെ കാലത്ത് ഡാമിൽ നിന്ന് ചെളിവാരി 500 കോടി ഉണ്ടാക്കും, നടന്നോ? ഇല്ല. വീണ്ടും അതേ പദ്ധതിയിലേക്ക് തിരിച്ചു പോവാണ്, അന്ന് നടക്കാത്തത്. അപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്ത സുന്ദരമായ ദരിദ്രന്റെ സ്വപ്നങ്ങൾ മാത്രമാണോ ഈ ബഡ്ജറ്റ്? ശ്രീമതി CA സുജാത. ഒരിക്കല അല്ല അരുണേ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ നന്നായിട്ടറിയാം. സന്ദീപ് രണ്ട് കാര്യം പറഞ്ഞല്ലോ, കൽക്കട്ടയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും. ഇപ്പോഴും ഇവർക്ക് ഭരണത്തിലെത്താൻ കഴിയാത്ത രണ്ട് സംസ്ഥാനങ്ങളാണ് കൽക്കത്തയും കേരളവും. കാരണം ഏതെല്ലാം തരത്തിൽ ഇവർ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചാലും ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ബഡ്ജറ്റിലൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് പരിമിതികൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാമത്തേത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന തന്നെയാണ്. ഈ പറഞ്ഞതെല്ലാം കൃത്യമായ രൂപത്തിൽ യാഥാർത്ഥ്യം. ഇപ്പോൾ ലൈഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3,85,000-ഓളം വീടുകൾ നിർമ്മിച്ചു നൽകി. അങ്ങനെ ഓരോ മേഖലയും നമ്മൾ എടുത്തു നോക്കിയേ, കുറേ അധികം മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് വരുന്ന വർഷങ്ങളിൽ തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയും. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ശ്രീ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞത് 3 ലക്ഷം കോടി രൂപ സമാഹരിക്കാൻ കഴിയും. ബന്ധപ്പെട്ട് പറഞ്ഞു ടൂറിസം മേഖലയിൽ 5000 കോടി രൂപ എന്നാണ്. ഞങ്ങളടക്കം ആദ്യം തെറ്റിദ്ധരിച്ചു. സർക്കാർ 5000 കോടി രൂപ ടൂറിസം മേഖലയിൽ നിക്ഷേപം നടത്താൻ പോകുന്നുവെന്നാണ് മനസ്സിലാക്കിയത്. പിന്നീട് ധനമന്ത്രിയോട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സ്വകാര്യ നിക്ഷേപം 5000 കോടി എന്നതാണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പലിശരഹിത വായ്പയായിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. അതിനെന്താ? അതെന്താ? അതിന് തെറ്റെന്താ? നമ്മുടെ കേരളത്തിലോട്ട് വരുമല്ലോ ആളുകൾ. അടിസ്ഥാന അതാണ് ചോദ്യം. അതിലൊരു ആശങ്കയും അരുണിനോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്കോ വേണ്ട. കൃത്യമായി തന്നെ എത്തിക്കാൻ ശേഷിയുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ്. വളരെ കൃത്യമായി ധനകാര്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിലൂടെ എങ്ങനെയാണ് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് എന്ന് അസന്നിഗ്ധമായി തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രതീക്ഷ നല്ല നിലയിൽ എങ്ങനെ സമാഹരിക്കാൻ കഴിയും. ഇപ്പോ പ്രവാസികൾ അവരുടെ സഹായം കൃത്യമായി നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. നദികളിലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. 3,91,000 കോടി രൂപ കടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. സർക്കാരിന്റെ കണക്ക് പ്രകാരം 2,38,000. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവിടെയാണ് നമ്മൾ 3 ലക്ഷം രൂപ. അല്ല, കേന്ദ്രത്തിന് ശ്രീ സന്ദീപ് വാര്യർ കേന്ദ്രത്തിന്റെ കടം എത്ര? കേന്ദ്രം കടമെടുക്കുന്നില്ലേ? 205 ലക്ഷം. ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണല്ലോ ഇന്ത്യ. 205 ലക്ഷം. ലക്ഷക്കണക്കിന് കോടി രൂപ കടം കേന്ദ്രത്തിന് എടുക്കാം. കടമെടുക്കുന്നതാണ് മഹാഭാവമാണോ? കടമെടുത്ത് രാജ്യത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ആ കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. അതിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നത്. സൂചിപ്പിച്ചല്ലോ തിരിച്ചടയ്ക്കാനുള്ള വഴി എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇടപെട്ട സന്ദീപ്. ഹലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല സുജയ്, ഇടപെടരുത്. നിങ്ങൾ പറഞ്ഞപ്പോഴെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നാണ്. ഇവിടെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ്. അതിദരിദ്രരെ പൂർണ്ണമായും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി 34 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പദം പോലും നിങ്ങളുടെ ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റിനകത്തിൽ വന്നോ? ഇവിടെ എല്ലാ മേഖലയും ഏറ്റവും അധികം തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന മേഖലകളെയാകെ തന്നെ, പ്രത്യേകിച്ച് പരമ്പരാഗത വ്യവസായ മേഖലയാകെ തന്നെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓരോ അടിസ്ഥാന വികസന മേഖലയിലെ വലിയ തോതിലുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ് തന്നെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയോ ഏറ്റവും അധികം പട്ടിണിയുള്ള ഇന്ത്യയിലെ 4ാമത്തെ സംസ്ഥാനമാണ് ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ്.
എങ്ങനെയാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നത്? അതുപോലെയാണോ ഈ കേരളത്തിലെ ആളുകൾ ജീവിക്കുന്നത്? അവിടെ പട്ടിണിയുള്ള മനുഷ്യരെ സൃഷ്ടിച്ചത് ഏറെക്കാലമായി ഉത്തർപ്രദേശ് ഭരിച്ച ഇന്ത്യ മുന്നണിയിലെ നിങ്ങളുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് ആണ് സുജാത. അത് ഞാൻ നിഷേധിക്കുന്നില്ല. കോൺഗ്രസ് സ്വീകരിച്ച തെറ്റായിട്ടുള്ള നയസമീപനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് BJP ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അവരവരുടെ നയസമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് BJPക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യവും കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ പണിയും അവരവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ജനത ഈ ഗവൺമെന്റിന്റെ കൂടെ തന്നെ നിൽക്കും. ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലത്തെ ശ്രീ പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനം കേരളത്തിൽ 5 വർഷം നോക്കി വിലയിരുത്തിക്കൊണ്ടാണല്ലോ ഒരു തുടർ ഭരണത്തിന് അവസരം ലഭിച്ചത്. ഈ തുടർ ഭരണകാലത്ത് ഏതിനെല്ലാം മുൻഗണന കൊടുക്കണം അത് ഈ ബഡ്ജറ്റിനകത്തിലുണ്ട്. ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, റബ്ബർ കർഷകര് ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ഒരു വർത്തമാനം പറഞ്ഞോ? ഇറക്കുമതി വർദ്ധിപ്പിച്ച് ബഡ്ജറ്റ് ഞങ്ങൾ റബ്ബർ കൃഷിക്കാരെ സഹായിക്കും. ഇവിടെ നമ്മൾ 10 രൂപ കൂട്ടി 180 ആക്കി. അത് നല്ലതാണെന്നൊന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് അത് തീർച്ചയായിട്ടും കൊടുക്കും. ശ്രീ അരുൺ, 5 വർഷം ഈ ഗവൺമെന്റ് 5 വർഷത്തേക്കാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വാഗ്ദാനം കൃത്യമായി ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്നതിന്. പക്ഷെ ഇപ്പോൾ കൊടുക്കണമെങ്കിൽ കാശ് നമുക്ക് വേണം. തീർച്ചയായിട്ടും സുജയ, ഒരു സങ്കടവും സുജയ്ക്ക് വേണ്ട. ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം 5 വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കുക തന്നെ ചെയ്യും. ഈ ഗവൺമെന്റ് എന്തിനാ നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നതെന്നാ കേന്ദ്രം ചോദിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തുമ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ കേരളം പെൻഷൻ കുടിശ്ശിക വരുത്തിയെന്ന്. അത് ഈ കൃത്യമായി കുടിശ്ശിക വരാതിരിക്കാനാണ് പെൻഷൻ. ഞങ്ങൾ ആ പങ്കാളിത്ത വിഷയത്തിലേക്ക് കൂടെ തിരിച്ചു വരാം. എക്കണോമിക്സിലേക്ക് പോയിട്ട് വരണം. അതെ, ആദ്യ ശ്രീ ആദികേശവൻ. You are watching Reporter Evening Show.